ദ ജേർണലിസ്റ്റിലേക്ക് ആരാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ? ആരാണ് ഈ തുഷാർ വെള്ളാപ്പള്ളി? എന്തിനാണ് കോൺഗ്രസിന്റെ മന്ത്രിമാർ ഇവരെ ഇങ്ങനെ താങ്ങി നടക്കുന്നത്? കേരളത്തിന്റെ പൊതുസമൂഹം വളരെ ശക്തമായി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി ഈ ചോദ്യം മാറിക്കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് നേതൃത്വം ഒളിച്ചുകളി തുടരുകയാണ് നിർഭാഗ്യവശാൽ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. എന്തിനു വേണ്ടിയാണ് കോൺഗ്രസിന്റെ മന്ത്രിമാരായ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ മന്ത്രി ബിന്ദു കൃഷ്ണയും വെള്ളാപ്പള്ളി നടേശനെയും തുഷാർ വെള്ളാപ്പള്ളിയെയും താണ് വീണ് കേണ് വണങ്ങുന്നത്? ഈ ചോദ്യത്തിന് ഒരു കൃത്യമായ മറുപടി ഇതുവരെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കാത്തിടത്തോളം കാലം ജനങ്ങൾ ഈ നീക്കങ്ങളെ രാഷ്ട്രീയ അശ്ലീലമെന്ന് തന്നെ വിളിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ ആദ്യമേ ചോദിച്ചു, ആരാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ? നമുക്കറിയാം, പിണറായി വിജയന്റെ പിന്തുണയോടുകൂടി കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ മുഴുവൻ അപമാനിക്കുന്ന വിധത്തിൽ, മലപ്പുറം എന്ന ജില്ലയെ അവഹേളിക്കുന്ന വിധത്തിൽ, മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നേരെ ഒരടിസ്ഥാനവുമില്ലാത്ത വ്യാജ വിഷപ്രചാരണങ്ങൾ നടത്തിയ ഏറ്റവും നികൃഷ്ടമായ ഭാഷയിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി ഡി സതീശനെ കടന്നാക്രമിച്ച കോൺഗ്രസ് ഒരു കാലത്തും കേരളത്തിൽ ഭരണത്തിൽ വരില്ല എന്ന് പോലും തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് തൊട്ട് മുമ്പ് പോലും ഗീർവാണമടിച്ച മുതലാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. CPM-ന് വീണ്ടും ഭരണം കൊടുക്കൂ, പിണറായിയെ വീണ്ടും മുഖ്യമന്ത്രിയാക്കൂ എന്ന നിലയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഏറ്റവും നിർണായകമായ സമയങ്ങളിൽ നിരന്തരമായി പ്രത്യക്ഷമായും പരോക്ഷമായും പരാമർശങ്ങളും പ്രഖ്യാപനങ്ങളും ചർച്ചകളും നടത്തിയിട്ടുള്ള ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളിയുടെ വാക്കുകൾക്ക് ഈഴവ ജനവിഭാഗങ്ങൾ പുല്ലുവില പോലും കൊടുത്തിട്ടില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു 100-ലധികം സീറ്റുകൾ നേടി UDF നേടിയ മിന്നുന്ന ജയം. വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ ധ്രുവീകരണത്തിനുള്ള, ന്യൂനപക്ഷ വിരുദ്ധതയ്ക്കുള്ള കനത്ത തിരിച്ചടി കൂടിയാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഒറ്റക്കെട്ടായി UDF-നൊപ്പം ഈ തെരഞ്ഞെടുപ്പിൽ നിന്നു എന്നതിന്റെ ചിത്രവും കാണിക്കുന്നത്. പിന്നെ എന്തിനാണ് വെള്ളാപ്പള്ളി നടേശന്റെ ഒരു വലിയ സംഭവമാണെന്ന മട്ടിൽ മന്ത്രി ബിന്ദു കൃഷ്ണ അവിടെ പോയി ഇങ്ങനെ തൊഴുതു നിൽക്കുന്നത്? എന്തിനാണ് ഒരു രാജാവിന്റെ മുന്നിൽ പ്രജ നിൽക്കുന്നത് പോലെ സ്വന്തം ജനാധിപത്യപരമായ വില കളഞ്ഞു കുളിക്കുന്ന വിധത്തിൽ, ഈ ജനങ്ങൾ കൊടുത്ത മാൻഡേറ്റിന് ഒരു വിലയുമില്ലാത്ത വിധത്തിൽ ബിന്ദു കൃഷ്ണ അവിടെ പോയി വണങ്ങി നിന്നത്? കോൺഗ്രസിനെ ചീത്ത വിളിച്ച, VD സതീശനെ ചീത്ത വിളിച്ച, CPM-ന് തുടർഭരണം കിട്ടാൻ കിണഞ്ഞു പരിശ്രമിച്ച, സ്വന്തം സമുദായത്തിലെ ജനങ്ങൾ പോലും തള്ളിക്കളഞ്ഞ ഒരു നേതാവ് എന്ന് പറയുന്നയാളെ എന്തിനാണ് ബിന്ദു കൃഷ്ണ പോയി തൊഴുന്നത്? ഇതിന് കൃത്യമായൊരു വിശദീകരണം ഇപ്പോഴും കോൺഗ്രസ് നൽകിയിട്ടില്ല. അതിൽ ശക്തമായ പ്രതിഷേധം UDF-നുണ്ട്. അത് മുസ്ലിം ലീഗിനായാലും മറ്റ് ഘടകകക്ഷികൾക്കായാലും കോൺഗ്രസിന്റെ പ്രവർത്തകർക്കായാലും ഒക്കെ വലിയ അമർഷം ഇക്കാര്യത്തിലുണ്ട്. അങ്ങനെ അതിനെ ന്യായീകരിച്ച്, അതായത് ഈ ബിന്ദു കൃഷ്ണ വെള്ളാപ്പള്ളി നടേശനെ വണങ്ങിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് ന്യായീകരിച്ച് വരുമ്പോഴാണ് NDA കൺവീനറായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളിയെ അങ്ങോട്ട് പോയി സന്ദർശിക്കുകയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇങ്ങേർക്ക് ഇത് എന്തിന്റെ കേടാണ് എന്നുള്ളതാണ് മനസ്സിലാവാത്തത്. എന്തിനു വേണ്ടിയാണ് രമേശ് ചെന്നിത്തല ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത്? NDAയുടെ ഘടകകക്ഷിയായ BDJS-ന്റെ നേതാവാണ് തുഷാർ വെള്ളാപ്പള്ളി. വെള്ളാപ്പള്ളി നടേശന്റെ മകനാണ്. പക്ഷെ അവര് ഇത്തവണ അച്ഛനും മോനും, അച്ഛൻ CPM-നൊപ്പം, മോൻ BJP-ക്കൊപ്പമാണ് നിന്നത്. കോൺഗ്രസിന് ഒരു 10 പൈസയുടെ ഉപകാരം ഇവർ ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാണ് രമേശ് ചെന്നിത്തല അവിടെ പോയി വണങ്ങിയത്, അവിടെ പോയി സ്വീകരണം ഏറ്റുവാങ്ങുന്നത്, അവിടെ പോയി ബൊക്കയും പൂച്ചെണ്ടും ഒക്കെ കൊടുക്കുന്നത്? എന്താണ് ഇത് നൽകുന്ന രാഷ്ട്രീയപരമായ സന്ദേശം? കോൺഗ്രസ് ജനങ്ങളെ പറ്റിക്കുകയായിരുന്നോ? കോൺഗ്രസ് ന്യൂനപക്ഷങ്ങളെ പറ്റിക്കുകയായിരുന്നോ? തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് വെള്ളാപ്പള്ളിക്കെതിരെ, തുഷാർ വെള്ളാപ്പള്ളിക്കെതിരെ ഒക്കെ ശക്തമായ നിലപാടെടുത്ത് VD സതീശൻ ടീം UDF-നെ നയിക്കുന്നു. ജനങ്ങൾ അത് വിശ്വസിക്കുന്നു. മത നേതാക്കൾക്ക്, സാമുദായിക നേതാക്കൾക്ക് വഴങ്ങിക്കൊടുക്കുന്നവരല്ല കോൺഗ്രസ് എന്ന നിലയിൽ ഒരു വലിയ ക്യാമ്പയിൻ തന്നെ നടക്കുന്നു. കോൺഗ്രസിനെതിരെ വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും പണിയാവുന്നതിന്റെ പരമാവധി പണിയുന്നു. എന്നിട്ട് അതൊക്കെ ചീറ്റിപ്പോയി. ഈഴവ സമുദായ അംഗങ്ങൾ പോലും ഇവരുടെ തിട്ടൂരങ്ങൾക്ക് വഴങ്ങിയില്ല, കോൺഗ്രസിനൊപ്പം നിന്നു. അതാണ് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഒക്കെ കോൺഗ്രസിനുണ്ടായ വലിയ കുതിപ്പിന്റെ കാരണം. എന്ന് മാത്രമല്ല, ന്യൂനപക്ഷങ്ങൾക്കെതിരെ നിരന്തര വിദ്വേഷ പ്രചാരണം നടത്തുന്നവരെ ഒറ്റപ്പെടുത്തണം, അവരെ എതിർക്കുന്നവരെ പിന്തുണയ്ക്കുന്ന നിലപാടുമായി വടക്കൻ കേരളത്തിൽ ഉൾപ്പെടെ കേരളത്തിലുടനീളം ന്യൂനപക്ഷ വോട്ടുകളുടെ കൺസോളിഡേഷൻ കോൺഗ്രസിലേക്ക് ഉണ്ടായി, UDF-ലേക്ക് ഉണ്ടായി. അതിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ കണ്ട വലിയ മുന്നേറ്റം. എന്നിട്ട് ആ ജനങ്ങളെ വഞ്ചിക്കുന്ന വിധത്തിൽ, ആ ജനങ്ങൾക്ക് നൽകിയ ഉറപ്പുകൾ പാലിക്കാത്ത വിധത്തിൽ, വെള്ളാപ്പള്ളിയുമായി ബാന്ധവം ഉണ്ടാക്കിയതിന്റെ പേരിൽ പിണറായി വിജയനെ കടന്നാക്രമിക്കുകയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഉടനീളം കോൺഗ്രസ്, കേരളത്തിലുടനീളം. എന്നിട്ട് ആ കോൺഗ്രസിന്റെ നേതാക്കൾ വെള്ളാപ്പള്ളിയുടെ കാലിൽ വീഴുന്ന വിധത്തിൽ വണങ്ങി നിൽക്കുകയാണ്.
തൊഴുത് നിൽക്കുകയാണ്. ഇപ്പൊ വെള്ളാപ്പള്ളി ഒരു മന്ത്രിയുടെ ഓഫീസിൽ സന്ദർശനം നടത്തുന്നതിൽ തെറ്റില്ല. വി.ഡി. സതീശൻ തുഷാർ വെള്ളാപ്പള്ളി കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് കുഴപ്പമില്ല. കാരണം അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് പോയതാണ്. അദ്ദേഹം എവിടെയാണോ ഉള്ളത് അങ്ങോട്ടേക്ക് ചെന്നതാണ്. ഒരു ജനകീയനായ നേതാവ്, ജനകീയനായ മുഖ്യമന്ത്രി ഇങ്ങോട്ട് വരുന്ന ആളുകളെ കാണണ്ട കടക്ക് പുറത്ത് എന്ന് പറയാറില്ല. അത് തെറ്റില്ല. പക്ഷേ അങ്ങോട്ട് പോയി ഈ വക ആളുകളെ കാണാനും മാത്രം എന്ത് മൂല്യമാണ് ഇവർക്കൊക്കെ ഉള്ളത് എന്ന ചോദ്യം, പ്രത്യേകിച്ച് കോൺഗ്രസിന് എന്ത് ഗുണമാണ് ഇതുകൊണ്ട് ഉണ്ടാകുന്നത് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരവും ഒരു നേതാവും നൽകിയിട്ടില്ല. കോൺഗ്രസിലും മുസ്ലിം ലീഗിലും വലിയ പ്രതിഷേധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവുകയാണ്. ഇപ്പൊ ഗ്രീൻ സൈബർ വിങ് പട്ടാമ്പി എന്ന് പറയുന്ന മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഫേസ്ബുക്ക് പേജിൽ വന്നിട്ടുള്ള ഒരു പോസ്റ്റാണ്. നോക്കൂ, ഒരു സമൂഹത്തെ മുഴുവൻ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയവൻ, കേരളത്തിൽ മുസ്ലിമിന്റെ ഭരണം വരുമെന്ന് ഭീതി പരത്തി, അങ്ങനെ വന്നാൽ ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞവൻ, മലപ്പുറത്തിന് വിദ്യാഭ്യാസ സ്ഥാപനം അനുവദിക്കുന്നത് പോലും മതം നോക്കിയാണെന്ന് ആരോപിച്ച് ഒരു നാടിനെ അപമാനിച്ചവൻ, ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകന്റെ പേര് കേട്ട് അയാളെ തീവ്രവാദി എന്ന് മുദ്രകുത്തിയവൻ, കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് മുസ്ലിം ലീഗാണെന്ന് പറഞ്ഞ വർഗീയ വിഷം ചീറ്റിയവൻ, അങ്ങനെ ഒരു മനുഷ്യന്റെ മുന്നിൽ ഒരു കോൺഗ്രസ് മന്ത്രി സാഷ്ടാംഗം വീഴുന്ന കാഴ്ച കണ്ടപ്പോൾ വേദന തോന്നി. കാരണം അത് ഒരു വ്യക്തിയുടെ മുന്നിൽ വീണതല്ല, ഒരു ആശയത്തിന്റെ മുന്നിൽ വീണതാണ്. മതനിരപേക്ഷതയുടെ പേരിൽ രാഷ്ട്രീയം പറയുകയും എല്ലാ വിഭാഗങ്ങളെയും ഒരുപോലെ കാണുമെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പ്രതിനിധി ഒരു മതവിഭാഗത്തെ നിരന്തരം അവഹേളിച്ച ഒരാളുടെ മുന്നിൽ ഇങ്ങനെ കുനിയുമ്പോൾ അത് ആയിരക്കണക്കിന് പ്രവർത്തകരുടെ ആത്മാഭിമാനത്തെയാണ് മുറിവേൽപ്പിക്കുന്നത്. ബഹുമാനം നൽകാം, പ്രായത്തിനും സ്ഥാനത്തിനും ആദരവ് നൽകാം, പക്ഷേ ഒരു സമൂഹത്തെ നിരന്തരം അപമാനിച്ച വാക്കുകൾക്ക് മുന്നിൽ നട്ടല് പളയം വെക്കരുത്. കേരളം ആരുടെയും ഭീതി പ്രചാരണങ്ങളാൽ വളർന്ന നാടല്ല, പരസ്പര വിശ്വാസവും സാഹോദര്യവും കൊണ്ടാണ് ഈ നാട് ഇന്നത്തെ കേരളമായത്. അതുകൊണ്ട് തന്നെ വർഗീയതയുടെ വാക്കുകൾക്ക് മുന്നിൽ തലകുനിയുന്ന ഓരോ കാഴ്ചയും കേരളത്തിന്റെ മനസാക്ഷിയെ വേദനിപ്പിക്കും. കാരണം ജനങ്ങൾ നേതാക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് വിനയത്തെക്കാൾ വലിയ ഒരു ഗുണമാണ് മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള ധൈര്യം എന്നാണ് ഇവർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് മുസ്ലിം ലീഗ് പ്രവർത്തകർക്കിടയിലൊക്കെ വലിയ അമർഷം ചെന്നിത്തലയുടെയും ബിന്ദു കൃഷ്ണയുടെയും പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ മുസ്ലിം ലീഗുകാർക്കുള്ളിലുള്ള ഒരു വികാരം UDFന് ഇത്രയും വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചത് മുസ്ലിം ലീഗിന്റെ അശ്രാദ്ധമായ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് എന്നാണ്. അങ്ങനെ മുസ്ലിം ലീഗ് UDFന് ഭരണം കിട്ടാൻ വേണ്ടി ഇത്രയധികം കിണഞ്ഞ് പരിശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് ആ കോൺഗ്രസ് നേതാക്കൾ, അതിന്റെ ആനുകൂല്യം പറ്റിയവർ, മുസ്ലിം ലീഗിനെ ഉൾപ്പെടെ അപമാനിച്ച നേതാവിനെയും അദ്ദേഹത്തിന്റെ മകനെയും അങ്ങോട്ട് പോയി സന്ദർശിച്ച് വണങ്ങി നിൽക്കുക, വലിയ തോതിൽ ശ്ലാഘിക്കുക, പ്രകീർത്തിക്കുക എന്ന് പറയുന്നത് ഇരട്ടത്താപ്പല്ലേ എന്ന ചോദ്യത്തിന് എന്തു മറുപടിയാണ് കോൺഗ്രസ് നേതൃത്വം നൽകുക എന്നറിയാൻ മതനിരപേക്ഷ കേരള സമൂഹത്തിന് താല്പര്യമുണ്ട്. ഇനി ഇതിന് വന്നിരിക്കുന്ന ചില കമന്റുകൾ നോക്കുക, അത് ജനങ്ങളുടെ ആശങ്ക എത്രത്തോളം വലുതാണ് എന്ന് വ്യക്തമാക്കുകയാണ്. നോക്കുക, അനിൽകുമാർ പറയുന്നത് ഇതൊരു സൂചനയാണ്, കോൺഗ്രസിൽ ഇത്തരം ആൾക്കാരെ മാറ്റി നിർത്തണമെന്ന ആശയത്തെ എതിർക്കുന്നതിന് വേണ്ടിയുള്ള പടിയിറക്കം. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ നിന്നും മാറി ചിന്തിക്കുന്ന ഈടവരെ BJPയിലേക്ക് കൊണ്ടുവരുന്നതിന് BDJS വഴിയാണ് BJP ശ്രമിക്കുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്ന തുഷാർ വെള്ളാപ്പള്ളിയെ കണ്ടതിന്റെ ഉദ്ദേശം ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇനി ഇക്ബാൽ എന്ന് പറയുന്ന ആൾ പറയും, നോക്കൂ, ന്യായീകരണം തൊഴിലാക്കിയിട്ടില്ലാത്ത കോൺഗ്രസിന് വേണ്ടി മാത്രം വോട്ട് ചെയ്തു വന്ന എന്നെ പോലുള്ളവർക്ക് ഇവരുടെ ഈ പ്രവൃത്തിയെ ന്യായീകരിക്കാൻ കഴിയില്ല. ഇതൊരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്റെ വികാരമാണ് കേട്ടോ. ഒരു വർഗീയതയുമായും സന്ധിയില്ല എന്ന് UDFന്റെ പ്രതിപക്ഷ നേതാവായിരുന്ന ഇപ്പോഴത്തെ കേരളത്തിന്റെ പ്രതീക്ഷയായ V.D. സതീശന്റെ നിലപാടുകൾക്ക് കിട്ടിയ അംഗീകാരമാണ് ഇത്രയും വലിയ ഭൂരിപക്ഷം. ഒരു വർഗീയതയും കേരളം അംഗീകരിക്കില്ല എന്നുള്ളതിന്റെ തെളിവ്. അതായത് ചെന്നിത്തല ചെയ്തത് ശരിയായില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇനിയും ഇവറ്റകളുടെ നാവ് ചലിച്ചുകൊണ്ടേയിരിക്കണം, എന്നെങ്കിലേ UDFനും മലപ്പുറത്തിനും കേരളത്തിനും ഗുണമുള്ളൂ എന്ന തരത്തിൽ ഈ വിഷയത്തെ വക്രീകരിക്കുന്ന ഒരു കമന്റും ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുമ്പോൾ റിജിൽ മാക്കുറ്റി എന്ന തികഞ്ഞ സംഘപരിവാർ വിരുദ്ധനായിട്ടുള്ള കോൺഗ്രസ് നേതാവ്, കണ്ണൂരിലെ നേതാവ് റിജിൽ മാക്കുറ്റി പറയുന്നത് നോക്കൂ, നാടിനെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ച വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ട് ഒരു ഈഴവനും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തില്ല. ഈ യാഥാർത്ഥ്യം നേതൃത്വം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ തിരിച്ചടി വലുതായിരിക്കും. വളരെ സിമ്പിളായിട്ട് റിജിൽ മാക്കുറ്റി കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഇടതുപക്ഷത്തിന് വേണ്ടി ഇത്രയും കാലം കുഴലൂതിയവരെ എന്തിനാണ് കോൺഗ്രസ് അങ്ങോട്ട് പോയി വണങ്ങി പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നത്? വളരെ കൃത്യമായൊരു ചോദ്യം. ഇനി മീഡിയ വണ്ണിൽ ഈ വാർത്തയ്ക്കടിയിൽ വന്നിട്ടുള്ള ചില കമന്റുകൾ കൂടി വളരെ സവിശേഷമായി കാണേണ്ടതുണ്ട്. മീഡിയ വണ്ണിലെ വാർത്ത നോക്കുക, കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ തുഷാർ വെള്ളാപ്പള്ളി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്ന വാർത്ത, NDA കൺവീനർ തുഷാർ വെള്ളാപ്പള്ളിയെ സന്ദർശിച്ച് ആഭ്യന്തരമന്ത്രി ചെന്നിത്തല. അതിനടിയിൽ വന്നിരിക്കുന്ന കമന്റുകൾ ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കുന്നില്ല. കാരണം ഇന്ന് SNDP വെള്ളാപ്പള്ളിയെയും തുഷാറിനെയും സന്ദർശിക്കുന്നവർ, സപ്പോർട്ട് ചെയ്യുന്നവർ പണ്ട് K കരുണാകരന്റെ പിന്നിൽ നിന്ന് കുത്തിയ വഞ്ചകരാണ്. അവർ മരിക്കുന്നത് വരെ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. വെറും വഞ്ചനാകരമായ കാര്യങ്ങൾ UDFന് വിശ്വസിച്ച് വോട്ട് കൊടുത്ത ഓരോ മതന്യൂനപക്ഷത്തെയും അവഹേളിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന കാടത്തരമായ ഇത്തരം സ്വഭാവങ്ങൾ ഇത് UDFന്റെ തകർച്ചയ്ക്ക് മാത്രമേ മുതൽക്കൂട്ടാവുകയുള്ളൂ. ഒരു വാണിംഗ് ആയി പറയാം,
ഇങ്ങനെ പോയാൽ കോൺഗ്രസും CPM അല്ലാത്തൊരു പാർട്ടി കേരളത്തിൽ ശക്തമാകേണ്ടത് ന്യൂനപക്ഷങ്ങളുടെ ആവശ്യമാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറും. ഈ നിലയിൽ ചിന്തിക്കുന്നവർ വരെ വളരെ സജീവമായി ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്രാവശ്യം LDF വക 3 സീറ്റാണെങ്കിൽ അടുത്ത പ്രാവശ്യം കോൺഗ്രസിന്റെ തിണ്ണനിറങ്ങികളുടെ വക ഇത് 30 മാറ്റും BJPക്ക്. ഇതൊക്കെ BJPക്ക് ഗുണം ചെയ്യുമെന്ന് കരുതുന്നവരുണ്ട്. ഭരണം കിട്ടി 10 ദിവസമേ ആയുള്ളൂ, വർഗീയവാദികളുടെ തിണ്ണനിറങ്ങൽ തുടങ്ങി, ഉളുപ്പില്ലാത്തവർ എന്ന് പറയുന്നു. അതിന് തുഷാർ ആരാ? ഈ ചെന്നിത്തലയ്ക്കും ബിന്ദുകൃഷ്ണയ്ക്കും ഒക്കെ തലയ്ക്ക് ഓളമാണോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. വളരെ നല്ലൊരിത് എന്ന് പറയുന്നു, മികച്ച ഒരിത്. അതായത് ഉള്ളിൽ വല്ലാത്തൊരു അമർഷമുണ്ട്, പക്ഷെ കോൺഗ്രസ്സുകാരായതുകൊണ്ട് ഇത് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. തൽക്കാലം സർക്കാസ്റ്റിക് ആയിട്ട് നല്ല ഒരിത് എന്ന് പറഞ്ഞ് ജനങ്ങൾ അവസാനിപ്പിക്കുന്നു. പിന്നെ അതിനിടയിൽ ഒരുപാട് ചീത്തവിളികൾ വരുന്നുണ്ട്, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഒരു ജോസ് എന്ന് പറയുന്ന ഒരാൾട്ടിക്കാൻ വന്ന് ഇദ്ദേഹം ആഭ്യന്തരമന്ത്രിയായപ്പോൾ ജനം സംശയിച്ചതാണ്. കേസുകളിൽ ഒത്തുതീർപ്പും വിട്ടുവീഴ്ചയും അത് ശരിവെക്കുന്ന പ്രവർത്തികളാണ് കാണുന്നത്. അങ്ങനെ ചെന്നിത്തലയുടെ ആഭ്യന്തരമന്ത്രി പദവിയെപ്പോലും സംശയത്തിന്റെ ദൃഷ്ടിയോടെ നോക്കുന്ന ആളുകൾ സജീവമാവുകയാണ് സമൂഹത്തിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുമ്പ് പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്തും സംഘപരിവാറിന് വളം വെച്ച് കൊടുക്കുന്ന പോലീസ്, അതിന് മൗനാനുവാദം കൊടുക്കുന്ന പിണറായി വിജയൻ, കഴിവുകെട്ട ആഭ്യന്തരമന്ത്രി എന്ന നിലയിലൊക്കെ വലിയ വിമർശനങ്ങൾ വന്നിരുന്നു. ഇപ്പോൾ സമാനമായ രീതിയിലേക്ക് ഒരൊറ്റ പ്രവൃത്തിയിലൂടെ രമേശ് ചെന്നിത്തല തന്റെ ഇമേജ് കളഞ്ഞു കുളിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച. എന്തായാലും എന്തിൻ്റെ കേടായിരുന്നു കോൺഗ്രസ് നേതാക്കൾക്ക് എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാവാത്ത ഒരു കാര്യം. ഇത് അപകടകരമായ കളിയാണ്, രാഷ്ട്രീയ അശ്ലീലമാണ് എന്ന തരത്തിലൊക്കെ വലിയ വിമർശനങ്ങൾ കേരളത്തിലുണ്ടാകുന്നു. എന്തായാലും എനിക്ക് കോൺഗ്രസ് നേതൃത്വത്തോട്, രമേശ് ചെന്നിത്തലയോടൊക്കെ അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങളെ വിശ്വസിച്ച് നിങ്ങൾക്ക് വോട്ട് ചെയ്ത ജനങ്ങൾ, അവരെ കളിയാക്കരുത്, അപഹസിക്കരുത്, അപഹാസ്യരാക്കരുത്. എന്തുകൊണ്ട് ഇങ്ങനെയുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്ന് ജനങ്ങളുടെ മുന്നിൽ വിശദീകരിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. നിങ്ങളത് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കുമെന്ന് തന്നെയാണ് പൊതുജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്.